മക്കളെ, നമസ്തേ. A+ ഹിന്ദിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ 3ാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താണ്? ദിലോം കാ മിലൻ അല്ലേ? ഈ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററായ ദില്ലി മേം ഉനീന്ദേ എന്ന് പറയുന്ന ഇതൊരു സംസ്മരണമാണ്. ആരാണ് എഴുതിയിട്ടുള്ളത്? ഗഗൻ ഗില്ലാണ്. ഓക്കെ, ഇതൊരു ലേഡി റൈറ്ററാണ്, ലേഖികയാണ് കേട്ടോ. ഓക്കെ, ആ ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എന്താണ് ദില്ലി മേം ഉനീന്ദേ എന്ന് പറഞ്ഞാൽ? ദില്ലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡൽഹിയാണല്ലേ. ദെൻ ഉനീന്ദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്ലീപ്ലെസ് ഇൻ ഡൽഹി. അതിന് മലയാളത്തിൽ എന്താ പറയുക? ദില്ലിയിൽ ഉറക്കമില്ലാത്തവർ എന്നാണ്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. റോസ് ജേസാ ദിൻ ഹെ. റോസ് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും, അതായത് നിത്യം, ദിവസവും എന്നാണ് അതിൻ്റെ മീനിങ്. പക്ഷെ ഇവിടെ എന്താണ്? റോസ് ജേസാ ദിൻ ഹെ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസത്തെയും പോലെയുള്ള ഒരു ദിവസമാണിത്. ഫെബ്രുവരി കി ഷാം, ദാറ്റ് വാസ് എ ഈവനിങ് ഓഫ് ഫെബ്രുവരി. ഫെബ്രുവരിയിലെ ഒരു വൈകുന്നേരമായിരുന്നു. ഹവാമേം ടണ്ടക് ഹെ. അപ്പോൾ ആ ഈവനിങ്ങിലെ ഹവാമേം, കാറ്റിൽ, ടണ്ടക് ഹെ, ടണ്ടക് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ടായിരുന്നു. എയർ ഈസ് വെരി കൂൾ. मैम अभी अभी स्वादी से साहित्य अकादमी के कुछ प्रकाशन खरीद कर इस सड़क पर पहुंची हूँ. ഞാൻ ഇപ്പോൾ സ്വാതിയിലെ സാഹിത്യ അക്കാദമിയിൽ നിന്ന് കുറച്ച് പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ട് ഈ റോട്ടിൽ എത്തിയതാണ്. ഓക്കെ, ഐ ഹാവ് ജസ്റ്റ് അറൈവഡ് ഓൺ ദിസ് സ്ട്രീറ്റ് ആഫ്റ്റർ പർച്ചേസിങ് സം സാഹിത്യ അക്കാദമി പബ്ലിക്കേഷൻസ് ഫ്രം സ്വാതി. മന്ദിർ മാർഗ് പർ സടക്ക് സുൻസാൻ ഹെ. അപ്പോൾ അവിടെയുള്ള ഒരു മന്ദിറുണ്ട്. ആ മന്ദിറിൻ്റെ മാർഗ് എന്ന് പറഞ്ഞാൽ വഴിയാണ്. സടക്ക് സുൻസാൻ ഹെ. അപ്പോൾ ദ മന്ദിർ മാർഗ് ഈസ് വെരി ഡെസേർട്ടഡ്. അതായത് ഈ ഒരു മന്ദിർ മാർഗ് വളരെ വിജനമാണ്, ആൾക്കാരൊന്നും ഇല്ല. സുൻസാൻ എന്ന് പറഞ്ഞാൽ വിജനം, ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ബിർള മന്ദിർ കെ ബാഹർ ദോ ഏക്ക് ഓട്ടോ ഗഡേ ഹെ. പക്ഷേ ഈ ബിർള മന്ദിർ എന്ന് പറയുന്ന ഈ മന്ദിറിൻ്റെ ബാഹർ, ഔട്ട് സൈഡ്, 1-2 ഓട്ടോകൾ നിർത്തിയിട്ടിട്ടുണ്ട്. 1 or 2 റിക്ഷാസ് ആർ പാർക്കഡ് ഔട്ട്സൈഡ് ദ ബിർള ടെമ്പിൾ. ഏക് സേ മേം പൂച്ച്തി ഹും. അപ്പോൾ അവിടെയുള്ള 1-2 ഓട്ടോകളുടെ അടുത്തേക്ക് പോയിട്ട് ഒരാളോട് ഞാൻ ചോദിക്കുന്നു, ചൽനാ ഹേ, ഈ ഓട്ടോ പോകുമോ? അതായത് ഇപ്പോൾ നിങ്ങൾ എടുക്കുന്നുണ്ടോ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അയാൾ എന്ത് പറഞ്ഞു? ബൈറ്റിയേ, ഇരുന്നോളൂ, അതായത് ഓക്കെ, പോകും എന്നാണ് അതിൻ്റെ മീനിങ്. ഓ കഹത്തി ഹേ, അദ്ദേഹം പറയുന്നു. കൃത്യപ്പെടുത്തി അപ്പിനി കിതാബേം സീറ്റ് പർ ജമാത്തി ഹേ. ഐ സ്റ്റംബിൾ ആൻഡ് കളക്ട് മൈ ബുക്സ് ഓൺ ദ സീറ്റ്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബുക്സൊക്കെ ഞാൻ എന്ത് ചെയ്യുവാണ്? അവിടെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യണം. നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് ബുക്സ് അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഓട്ടോയിൽ കയറിയാൽ എന്ത് ചെയ്യും? ആ സീറ്റിൽ അതൊക്കെ നല്ല രീതിയിൽ ഓർഡർ ചെയ്ത് വെക്കും അല്ലേ? അതേപോലെ ഈ ഒരു റൈറ്ററും അങ്ങനെ ചെയ്യുകയാണ്. ഉസേ ചൽനേമേം അബി ദേർ ഹേ. അപ്പോൾ അദ്ദേഹം ഈ ഒരു ഓട്ടോ എടുക്കാൻ ഒരുപാട് സമയം എടുക്കുന്നു. ഓക്കെ, സ്റ്റാർട്ടാക്കാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ഉസ്കെ ശരീർ കി ഹർക്കത്ത് മേം ഏക്ക് അജീബ് സി തക്കാൻ ഹേ. അപ്പോൾ ഞാൻ ഇത് ശ്രദ്ധിച്ചപ്പോൾ എന്താണ് പ്രശ്നം? ദർ ഈസ് എ സ്ട്രേഞ്ച് സെൻസ് ഓഫ് ടയർഡ്നെസ് ഇൻ ഹിസ് മോമെൻറ്റ്. അദ്ദേഹത്തിൻ്റെ മോമെൻറ്റിൽ, അദ്ദേഹം ഇത് മോമെൻറ്റ് ചെയ്യുന്ന സമയത്ത്, അദ്ദേഹത്തിൻ്റെ ബോഡി മോമെൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയോ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ക്ഷീണം അദ്ദേഹത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു. वो अपनी सीट के नीचे से निकाल कर एक गंदा उथड़ा आदि भाग का बुरा स्वेटर पहन रहा है. അപ്പോൾ वो अपनी सीट के नीचे, അദ്ദേഹത്തിൻ്റെ സീറ്റിൻ്റെ അടിയിൽ നിന്ന്, ഹി പുൾസ് ഔട്ട് എ ഗന്ദ മീൻസ് ഡേർട്ടി, ഉദട മീൻസ് ടോൺ ആയിട്ടുള്ള, ആദി ഭാഗ് മീൻസ് ഹാഫ് സ്ലീവ് ആയിട്ടുള്ള, ഭൂര സെറ്റർ, ഭൂര മീൻസ് ബ്രൗൺ കളറിലുള്ള സെറ്റർ, പഹൻ രഹാ ഹെ. ഹി പുൾസ് ഔട്ട് എ ഡേർട്ടി ടോൺ ഹാഫ് സ്ലീവഡ് brown sweater from under his seat and he is wearing it. ധീരെ ധീരെ മീൻസ് സ്ലോലി, മെല്ലെയാണ് ഇടുന്നത്. നമ്മളൊക്കെ ഇങ്ങനെ എന്തെങ്കിലും സ്പീഡിലായിരിക്കും. ഏതെങ്കിലും ഒരു കസ്റ്റമർ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഓട്ടോക്കാരൻ അദ്ദേഹത്തിൻ്റെ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും? ആ ബ്രൗൺ ഷർട്ട് കാക്കി എടുത്തിട്ടിട്ട് ആണ് വേഗം എന്ത് ചെയ്യും? ഡ്രൈവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഇദ്ദേഹം എന്താണ്? വളരെ പതുക്കെയാണ് എടുത്തിടുന്നത്. അബി മേരാ ധ്യാൻ ഉസ്കെ ചെഹ്റേക്കി തരഫ് നഹീം ഗയ. അപ്പോൾ എൻ്റെ ധ്യാൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ, ഉസ്കെ ചെഹ്റേക്കി തരഫ്, അദ്ദേഹത്തിൻ്റെ ചെഹ്റ എന്ന് പറഞ്ഞാൽ മുഖമാണ് കേട്ടോ. തരഫ് നഹീം ഗയ, അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് എൻ്റെ ശ്രദ്ധ പോയതേ ഇല്ല. ഐ ഹാവൻ നോട്ടീസ്ഡ് ഹിസ് ഫേസ് എറ്റ്. പിന്നെ എവിടേക്കാണ് പോയത്? ഉസ്
ഉസേ മേ ബാദ് മേ ദേഖൂങ്കി. അപ്പോൾ റൈറ്റർ പറയണേ അദ്ദേഹത്തിൻ്റെ മുഖം ഞാൻ പിന്നീടേ നോക്കുന്നുള്ളൂ. കാരണം എന്താ, അദ്ദേഹത്തിൻ്റെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ഈ അജീബ് സി തെക്കാൻ, ഒരു പ്രത്യേകതരം ടയർഡ്നെസ് അദ്ദേഹത്തിൻ്റെ, ഇപ്പോൾ നമ്മൾ ഒരു കസ്റ്റമർ ബാക്കിലിരിക്കുകയായിരിക്കും, ബാക്കിൽ നിന്ന് നമ്മൾ ഒരു ഡ്രൈവറിനെ നോക്കുന്ന സമയത്ത്, ആ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു കസ്റ്റമറിന് എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിൻ്റെ ബാക്ക് ഫിസിക്കലായിട്ടുള്ള ആ മൊമെൻറ്റ് അറിയാൻ പറ്റും. അപ്പോൾ അത് തന്നെ എനിക്ക് ഒരുപാട് നോട്ടീസ് ചെയ്യാനുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുന്നില്ല, അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഇപ്പോൾ നോക്കുന്നില്ല, ഞാൻ പിന്നീട് നോക്കാം. ഓക്കെ, ഐ വിൽ സീ ഹിം ലേറ്റർ. ഓട്ടോയ്ക്ക് ഡ്രൈവിംഗ് ഐനമയം എന്ന് പറഞ്ഞാൽ ഓട്ടോയുടെ ആ ഡ്രൈവിംഗ് മിറർ ഉണ്ടല്ലോ, ആ ഡ്രൈവിംഗ് മിററിലൂടെ ഞാൻ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഔർ ഭി ദാസി ദേക്കെങ്കിൽ, കുറച്ചുകൂടെ എന്താണ്, ദാസ് എന്ന് പറഞ്ഞാൽ കുഴിഞ്ഞ, അതായത് വളരെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ. അവർ ചെഹരയ്ക്ക് ഹട്ടിയ, മുഖത്തെ ബോൺസ് എല്ലുകൾ എന്ത് കാണുന്നുണ്ട്, ഔർ ഭി ഉപരി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻ ദ ഓട്ടോസ് ഡ്രൈവിംഗ് മിറർ വെർ ഹിസ് ഐസ് വിൽ അപ്പിയർ, എങ്ങനെയാണ്, സങ്കൺ, ആൻഡ് ഹിസ് ഫേഷ്യൽ ബോൺസ് ഈവൻ മോർ prominent. അപ്പോൾ appeared very clearly on his face. उसके चेहरे पर भूख और बीमारी के अलावा एक और चीज़ भी देखेंगे. അപ്പോൾ उसके चेहरे पर, അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഭൂക്ക് और बीमारी के अलावा, ഈ ഭൂക്ക് എന്ന് പറഞ്ഞാൽ ഹങ്കറാണ്, ബീമാരി ഇൽനെസ്സിനെ കൂടാതെ വേറെ എന്തൊക്കെയോ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ കഴിയും. ഹിസ് ഫേസ് വിൽ റിഫ്ലക്റ്റ് സംതിങ് അതർ ദാൻ ഹങ്കർ ആൻഡ് ഇൽനെസ്. മുझे उसका നാം നെഹി മാലു. ഇപ്പോഴും, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, ഈവൺ ഇപ്പോഴും എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് അറിയില്ല. ഐ ഡോണ്ട് നോ ഹിസ് നെയിം എറ്റ്. आने वाले दिनों में मैं उसके लिए बिल्कुल सटीक शब्द ढूंढ पाऊंगी. आने वाले दिनों में, അപ്കമിങ് ഡേയ്സിൽ, മേം ഉസ്കെ ലിയെ, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ബിൽക്കുൽ എന്ന് പറഞ്ഞാൽ തീർച്ചയായും, സതീഖ് എന്ന് പറഞ്ഞാൽ ഒരു ഉചിതമായ പേര് ഫൈൻഡ് ചെയ്യും. ഓക്കെ, ഐ വിൽ ബി ഏബിൾ ടു ഫൈൻഡ് ദ പെർഫെക്റ്റ് വേർഡ് ഫോർ ഹിം. ലേക്കിൻ അബി നഹീം, പക്ഷേ ഇപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് ഒരു പേര് കണ്ടെത്താൻ കഴിയുന്നില്ല. യഹ് ബാദ് മേ ഹോഗ, പിന്നീടാകാം. ഓക്കെ, അപ്പോൾ നോട്ട് നൗ, ദാറ്റ് വിൽ ഹാപ്പൻ ലേറ്റർ. ഓ ചൽത്താ ഹേ, അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഡ്രൈവ് ചെയ്യുകയാണ്. ഓട്ടോ ചലത്തെ ഹി ഉസ്കി ഗാസി ഷുറു ഹോ ജാത്തി ഹേ. അപ്പോൾ ഈ ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത പാടെ, അല്ലെങ്കിൽ ചെയ്ത് കുറച്ച് കഴിഞ്ഞ പാടെ അദ്ദേഹത്തിന് എന്ത് വന്നു, ഗാൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചുമയാണ് കേട്ടോ. ആസ് സൂൺ ആസ് ദ ഓട്ടോ സ്റ്റാർട്ട്സ് ഹി സ്റ്റാർട്ട്സ് കഫിങ്. मालूम नहीं, आई डोंट नो उसे ठंडक लग रही है या हम ट्रैफिक के दम ഗോൺടു കെ ബീച്ച് ആകെ ഹേ. അപ്പോൾ എനിക്കറിയില്ല ഉസെ ടെൻഡക്, ഈ ഒരു പിന്നെ ചുമ വരാനുള്ള കാരണം തണുപ്പാണോ, അല്ലെങ്കിൽ ട്രാഫിക്കിൻ്റെ ആ ദം ഗണ്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ സഫോക്കേറ്റിംഗ് ആയിട്ടുള്ള ട്രാഫിക്കിൻ്റെ ഇടയിൽ, ഇങ്ങനെ ട്രാഫിക് ആകുമ്പോൾ നമുക്കറിയാം പുകപടലങ്ങളും എല്ലാം ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു ട്രാഫിക് ബ്ലോക്കിൽ, അല്ലെങ്കിൽ ആ ഗതാഗത കുരുക്കിൽ പെട്ടിട്ടുള്ള ചുമയാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തണുപ്പടിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഇഫ് ഹീസ് ഫീലിംഗ് കോൾഡ് ഓർ ഇഫ് ഹീ ഈസ് സ്റ്റക്ക് ഇൻ ദ മിഡിൽ ഓഫ് ദ സഫോക്കേറ്റിംഗ് ട്രാഫിക്. ഹംനെ 2 മോട്ട് പാർ കർ ലിയേ ഹേ. ഞങ്ങൾ എന്ത് ചെയ്തു, വി ഹാവ് ക്രോസ്ഡ് 2 ടേൺസ്. ഞങ്ങളൊരു 3 ടേൺ ക്രോസ് ചെയ്തു. ലേക്കിൻ നാ ഉൻകി ഗാൻസി രുക്തി ഹേ, നാ ഉസ്കി ഓട്ടോ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഫ് മാത്രം എന്ത് ചെയ്യുന്നില്ല, നിൽക്കുന്നില്ല. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓട്ടോയും നിൽക്കുന്നില്ല. ക്രോസ് ദ 2 ടേൺസ് ബട്ട് നെയ്തർ ഡസ് ഹിസ് കഫിംഗ് സ്റ്റോപ്പ് നോർ ഡസ് ഹിസ് ഓട്ടോ. ഇസ്കെ ബാദ് ഹി മേം ഉസ്കാ ചെഹര ദേഖ്താ ഹെ. അപ്പോൾ ഇതിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖം കാണുന്നത്. ഡ്രൈവിംഗ് ഐനെ മേം, ഏതിലൂടെയാണ് കാണുന്നത്, ആ ഓട്ടോ ഡ്രൈവിംഗ് മിററിലൂടെ. ഓൺലി ആഫ്റ്റർ ഇറ്റ് ഐ എം സീയിങ് ഹിസ് ഫേസ് ത്രൂ ദ ഡ്രൈവിംഗ് മിറർ. യഹ് ഗാസി കബ്സെ ഹേ. എന്നിട്ട് ഞാൻ ചോദിക്കുവാണ് അദ്ദേഹത്തോട്, റൈറ്റർ ചോദിക്കുവാണ് എന്ത്, യഹ് ഗാസി കബ്സെ ഹേ, ഈ ഒരു ചുമ നിങ്ങൾക്ക് തുടങ്ങിയത് എപ്പോൾ മുതലാണ്. മേംനെ പീച്ചെ ബൈറ്റെ പൂച്ച്തി ഹേ, ഞാൻ ബാക്കിലിരുന്നു കൊണ്ട് ചോദിക്കുന്നു. അപ്പോൾ ഹൗ ലോങ് ഹാവ് യു ഹാഡ് ദിസ് കഫ്, ഐ ആസ്ക് സിറ്റിംഗ് ബിഹൈൻഡ് ഹിം. ഹോഗി കോയി 10 സാൽ 12 സെ. ഇത് തുടങ്ങിയിട്ട് എനിക്ക് ഒരു 10 or 12 months ആയി. ഇറ്റ് മസ്റ്റ് ബി 10 or 12 years. അപ്പോൾ ഞാൻ വീണ്ടും ചോദിക്കുന്നു, കിസി ഡാക്ടർക്കോ നെഹി ദിക്കായ, നിങ്ങൾ ഒരു ഡോക്ടറിനെയും കാണിച്ചില്ലേ. ഡോണ്ട് യു സീ എ ഡോക്ടർ. അപ്പോൾ അദ്ദേഹം എന്താ മറുപടി പറയുന്നത്, പൈസ ബി തോ ചാഹിയേ ഉസ്കെ ലിയേ. നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ, എന്ത് വേണം, മണിയും വേണം. മണി ഈസ് നീഡഡ് ഫോർ ദാറ്റ് ടു.
പൈസ വേണ്ടേ എന്നാണ് അദ്ദേഹം കൊടുക്കുന്ന മറുപടി. അപ്പോൾ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഹമാരി ബാത്ചീത് ടൂട്ട് ജാതി ഹേ, ഞങ്ങളുടെ ആ ഒരു കോൺവെർസേഷൻ അവിടെ ബ്രേക്ക് ആവുന്നു. അവർ കോൺവെർസേഷൻ ബ്രേക്സ് ഓഫ്. സടക്ക് കെ ദോനോം ഓർ ട്രാഫിക് ജാ രഹാ ഹേ, സടക്കിൻ്റെ രണ്ട് ഭാഗത്തു നിന്നും ട്രാഫിക് മൂവ് ചെയ്യുന്നു. ട്രാഫിക് ഈസ് മൂവിങ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ റോഡ്. സാരി ദുനിയ കാർനെയും ലഗി ഹേ, ഈ ഒരു കംപ്ലീറ്റ് വേൾഡ് ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് എന്താണ് കാര്യവ്യാപാരനെയും ബിസിനസ് മാറ്റേഴ്സിൽ ബിസിയാണ്. ദ ഹോൾ വേൾഡ് ഈസ് ബിസി വിത്ത് ബിസിനസ്. റുപ്പേ കാ സിക്ക സബ്കാ ദൗഡ് രഹാ ഹേ, എല്ലാവരും എന്തിനു വേണ്ടിയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്? ഒരു രൂപ കോയിന് വേണ്ടിയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ദ റുപ്പി കോയിൻ ഈസ് മേക്കിംഗ് എവ്രി വൺ റൺ, എല്ലാവരും ഇതിനു വേണ്ടിയിട്ടാണ് ഓടുന്നത്. കിസി കെ ഹിസ്സേ മേം കം കിസി കെ ഹിസ്സേ മേം ജ്യാദ, അപ്പോൾ സം ഹാവ് ലെസ് സം ഹാവ് മോർ, അപ്പോൾ ചിലർക്ക് ഒരുപാട് ക്യാഷ് കിട്ടും, ചിലർക്ക് കുറച്ച് ക്യാഷ് കിട്ടും. എന്തൊക്കെയാണെങ്കിലും എല്ലാവരും ഓടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്യാഷിന് വേണ്ടിയിട്ടാണ്. ഉസ്കാ ദം ഫിർ ഫൂൽ രഹാ ഹേ, അദ്ദേഹത്തിൻ്റെ ദം എന്ന് പറയുന്നത് ശ്വാസം. അദ്ദേഹത്തിന് ദം ഫൂൽന മീൻസ് ശ്വാസം മുട്ടുക കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദം ഫിർ ഫൂൽ രഹാ ഹേ, അദ്ദേഹത്തിന് ശ്വാസം മുട്ടുന്നത് പോലെ ആയി. അപ്പോൾ ആ സമയത്ത് ഞാൻ ചോദിക്കുകയാണ്, ആപ് ദില്ലി മേ കബ് ആയതേ, നിങ്ങൾ ദില്ലിയിൽ എന്നാണ് വന്നത്? വെൻ ഡിഡ് യു കം ടു ദില്ലി? ഇൻ 1979 മേ, 1979 ഞാൻ വന്നത്. ഗർ കഹാം സെ ആപ്ക, നിങ്ങളുടെ വീട് എവിടെയാണ്? വെർ ഈസ് യുവർ ഹോം? അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്? യഹി ഹേ, ഇവിടെ തന്നെയാണ്. വോ മുझे ഓട്ടോ കെ ഐനേമേം സെ ദേഖ്താ ഹേ, യഹി ഹേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഓട്ടോയുടെ ആ ഒരു ഐനെ എന്ന് പറഞ്ഞാൽ എന്താ? മിററാണല്ലേ, മിററിലൂടെ നോക്കുന്നു. ഓക്കെ, ദിസ് ഇസ് ഇറ്റ്, ഹി ലുക്സ് അറ്റ് മീ ത്രൂ ദ ഓട്ടോ മിറർ. അപ്പോൾ അദ്ദേഹം ഇതുവരെ സംസാരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തിരുന്നില്ല? അവരുടെ മുഖത്തേക്ക് നോക്കിയത് പോലുമില്ല, ആരാണെന്ന് പോലും ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഇദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മേ ബി അയാൾക്ക് തോന്നിയിട്ടുണ്ടാകും ഇദ്ദേഹത്തിന് എന്നെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടാകും. ചെറിയൊരു പരിഗണന, നമ്മളിങ്ങനെ ആളുകളായിട്ട് സംസാരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ആരുമില്ലാത്തവരുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർക്കൊരു ആശ്വാസമാണ്. അപ്പോൾ മേ ബി അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇപ്പോൾ ഈ ഒരു ലേഖകനെ ശ്രദ്ധിച്ചത്. ഓക്കെ, ജോം ഗർ ആയെ മെഹ്മാൻ കോ ദേഖ് രഹാ ആസ് ഹീ ഈസ് ലുക്കിംഗ് അറ്റ് എ ഗസ്റ്റ് അറ്റ് ഹോം. എങ്ങനെയാണ് നോക്കിയത്? നമ്മൾ ഇപ്പോൾ വീട്ടിലെത്തിയ അതിഥികളെയൊക്കെ നോക്കില്ലേ, അതേപോലെ അദ്ദേഹം എന്നെ കണ്ണാടിയിലൂടെ നോക്കി. ആപ്കാ മത്ലബ് ഹേ ആപ് തബ് സേ സടക്ക് പർ ഹി ഹേ, അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ആപ്കാ മത്ലബ് ഹേ മീൻസ് താങ്കൾ അർത്ഥമാക്കുന്നത് എന്താ? ഹാവ് ബീൻ ഓൺ ദ റോഡ് എവർ സിൻസ്, നിങ്ങൾ എപ്പോഴും റോഡിലാണെന്നാണോ? അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്? ഹാ, അതെ. यानी उसे बिना सोए 14 साल बीत गई है. ദാറ്റ് മീൻസ് ഹി ഹാസ് ഗോൺ 14 years വിത്തൗട്ട് സ്ലീപ്പ്. അതായത് 14 വർഷമായിട്ട് അദ്ദേഹം ഉറങ്ങാതിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, റൈറ്റർ പറയുകയാണ്, മേം യഹ് തോ ബതാ സക്താ ഹൂ, എനിക്കിത് പറയാൻ കഴിയും. എന്താണ്? കി വോ ഗരീബ് ഹേ, അദ്ദേഹം ഒരു പാവപ്പെട്ടവനാണ്. കി ഉസ്കെ പാസ് പൂരെ കപ്പടേ നഹി ഹേ, അദ്ദേഹത്തിൻ്റെ അടുത്ത് നല്ലൊരു ഡ്രസ്സ് പോലും ഇല്ല. കി വോ കിസി ഏസി വ്യക്തി ജൈസ ലഗ്താ ഹേ ഫാക്കേ കാ അഭ്യസ്ത് ഹോ, ഫാക്കേ എന്ന് പറഞ്ഞാൽ പട്ടിണി ശീലിച്ച, അഭ്യസ്ത് ശീലിച്ച ഒരാളെ പോലെയാണ് എനിക്ക് കാണപ്പെടുന്നത്. ലേക്കിൻ ബേഗർ തോ വോ കഹീം സേ നഹീം ലഗ്താ, അപ്പോൾ വീടില്ലേ എന്ന് ഞാൻ ചോദിച്ചു. ബേഗർ തോ വഹി കഹീം സേ നഹീം ലഗ്താ, അപ്പോൾ വീടില്ലാത്ത പോലെ എനിക്ക് തോന്നാറില്ല എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? കാരണം എന്താ? അതായത് അദ്ദേഹം എവിടെയാണ് കിടക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഓട്ടോ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ ആപ്കാ മത്ലബ് ആപ് ഇസ് 3 ഫീറ്റ് ലംബി പിച്ചിലി സീറ്റ് പർ സോത്തെ ഹേ, അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾ ഈ ഒരു ഓട്ടോയുടെ ഈ ഒരു 3 ഫീറ്റ് ലംബി, ഈ ഒരു 3 ആൾക്ക് ഇരിക്കാൻ കഴിയുന്ന ഈ ഒരു നീളം സീറ്റിലാണ് കിടന്നുറങ്ങുക എന്നാണോ? യു മീൻ യു സ്ലീപ്പ് ഇൻ ദിസ് 3 ഫുട്ട് ലോങ് ബാക്ക് സീറ്റ്? അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്? യെസ്, അതെ. അവർ ആപ്കി ചീസേ, അപ്പോൾ നിങ്ങളുടെ സാധനങ്ങളോ, നമ്മൾ എന്തായാലും ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് ലഗേജ് ഉണ്ടാവും അല്ലേ, അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾക്ക് ഇല്ലേ, നിങ്ങളത് എവിടെയാണ് കീപ്പ് ചെയ്യുക? ആൻഡ് യുവർ തിങ്സ്. അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്? ഉൻപർ ആപ് ബൈട്ടി ഹേ, നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ അതിൻ്റെ താഴെയുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മേലെയാണ് നിങ്ങൾ ഇരിക്കുന്നത്. യു ആർ സിറ്റിംഗ് ഓൺ ദം. वो बताता है कि जिस सीट पर मैं बैठी हूँ उसके नीचे उसका ബക്സ ഹേ. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? എവിടെയാണോ ഞാൻ ഇരിക്കുന്നത് അതിൻ്റെ താഴെയാണ് അദ്ദേഹത്തിൻ്റെ തിങ്സ് എന്നാണ്. ഹി എക്സ്പ്ലെയിൻസ് ദാറ്റ് അണ്ടർ ദ സീറ്റ് ഐ ആം സിറ്റിംഗ് ഈസ് ഹിസ് ബോക്സ്. എന്താണ്? ഞാൻ ഇരിക്കുന്നതിൻ്റെ താഴെ എന്തുണ്ട്? ഒരു ബോക്സ് ഉണ്ട്, വിച്ച് കണ്ടെയ്ൻസ്. അപ്പോൾ അത് എന്തൊക്കെയാണ്? അതിലെന്തൊക്കെയാണുള്ളത്? ആ ബോക്സിൽ എന്തൊക്കെയാണുള്ളത്? ബക്സ എന്ന് പറഞ്ഞാൽ ബോക്സ് ആണ് കേട്ടോ മക്കളെ. അതിലെന്തൊക്കെയാണുള്ളത്? ജിസ്മേ ഏക്ക് കമ്പൾ ഹേ, അതിലൊരു പുതപ്പുണ്ട്. ഏക്ക് ജോഡി കപ്പട ഹേ, ഒരു ജോഡി ഡ്രസ്സുണ്ട്. അവർ ഏക്ക് കടോര പാനിമേ പീനേക്ക് കാം ഭി ആത്താ ഹേ, അവർ ഗാന രഗിനേക്കെ ഭി. അപ്പോൾ കടോര
ഒരു കടോര എന്ന് പറഞ്ഞ ബൗളാണ് കേട്ടോ മക്കളെ. ആൻഡ് എ ബൗൾ, പിന്നെന്താ ഈ ബൗൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യും? കടോര പാനി പീനേക്ക് കാമ്പി ആത്താ ഹേ. കടോര എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യും? വെള്ളം കുടിക്കാനും യൂസ് ചെയ്യും. അവർ ഗാന രഖ്നെ കെ ബി, ഫുഡ് എടുക്കാനും ഞാൻ ആ കടോര യൂസ് ചെയ്യും, കടോര പാത്രം. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ചോദിക്കുന്നത് അദ്ദേഹത്തോട്, അപ്പ് ഗാന കഹാം ഗാത്തേ ഹേം, നിങ്ങൾ ഭക്ഷണം എവിടെ നിന്നാണ് കഴിക്കുന്നത്? വേർ ഡു യു ഈറ്റ്? അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്? കിസി ബി ഡാബേസെ. ഡാബേ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ചെറിയ ഹോട്ടലിൽ നിന്ന് ഞാൻ കഴിക്കും. അവർ ബാത്റൂം കേലിയെ, അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ആൻഡ് ഫോർ ദ ബാത്റൂം അപ്പോൾ എന്താ പറയുന്നത്? പബ്ലിക് ശൗചാലയ ഹേ. എന്തുണ്ട്? പബ്ലിക് ശൗചാലയമുണ്ട്. നഹാമേം കഹീം ബി ലേത്താഹും. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ ഞാൻ കുളിക്കും. സടക്ക് കെ കിനാരെ കിസി ബി നൾ പർ, അല്ലെങ്കിൽ ഏതെങ്കിലും റോഡിൻ്റെ അടുത്തുള്ള ഒരു നള്ളെന്ന് പറഞ്ഞാൽ ടാപ്പാണ് കേട്ടോ, പൈപ്പിൽ നിന്ന് കുളിക്കും. അപ്പോൾ ഞാൻ എവിടെ നിന്നൊക്കെയാണ് കുളിക്കുന്നത്? ഒന്നുകിൽ പബ്ലിക് ശൗചാലയത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും റോഡരികിലുള്ള ടാപ്പിൽ നിന്നോ ഞാൻ കുളിക്കും. There is a public toilet. I take a bath anywhere. Any tap on the roadside. അപ്പോൾ അക്സർ പഞ്ച കുയാം റോഡ് പർ നെഹാത്താഹും. ഓൾമോസ്റ്റ് ഞാൻ എവിടെ നിന്നാണ് കുളിക്കുന്നത്? ഞാൻ ആ പഞ്ചകുയാൻ റോഡിലുള്ള അവിടെ നിന്നാണ് ഞാൻ കുളിക്കുന്നത്. ഐ ഓഫ്റ്റൻ ടേക്ക് എ ബാത്ത് ഓൺ പഞ്ചകുയാൻ റോഡ്. ഇത്വാർ കെ ദിൻ എന്ന് പറഞ്ഞാൽ ഓൺ സൺഡേയ്സ് വോ ജഗ ടീക്ക് ഹേ, അതാണ് നല്ല സ്ഥലം കുളിക്കാനായിട്ട്. വഹാ മേരെ ജൈസെ കൈ ലോഗ് ആത്താ ഹേ, അവിടേക്ക് എന്നെപ്പോലെയുള്ള ഒരുപാട് ആളുകൾ വരുന്നു. ഓൺ സൺഡേയ്സ് ദാറ്റ് പ്ലേസ് ഈസ് ഗുഡ്, എ ലോട്ട് ഓഫ് പീപ്പിൾ ലൈക്ക് മീ കം ദ. മേര ഘർ ആ ഗയാ ഹേ, ലേഖകൻ്റെ വീടെത്തി. ഉസ്കാ മീറ്റർ ദിക്തി ഹൂം തോ ഷക്ക് ഹോത്താ ഹേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മീറ്റർ നോക്കിയ സമയത്ത് ഞാൻ ആകെ ഷോക്കായി പോയി. വെൻ ഐ ലുക്ക് അറ്റ് ഹിസ് മീറ്റർ ഐ വണ്ടർ. അപ്പോൾ എന്താ കാരണം? കി രാസ്തേമേ കഹി അട്ടക്തോ നഹീം ഗയ, എവിടെയെങ്കിലും ഇത് സ്റ്റെക്കായി നിന്ന് പോയോ? കാരണം എന്താണ്? മീറ്ററിൽ ഒരുപാട് തോന്നുന്നുണ്ട്. ഉസസേ പൂച്ച്തി ഹൂം ആപ്കാ മീറ്റർ ടീക്ക് തോ ഹേന, നിങ്ങളുടെ മീറ്റർ ശരി തന്നെയല്ലേ? കാരണം ഞാൻ ആകെ ഷോക്കായി പോയി ഇത് കണ്ടപ്പോൾ. ഓക്കെ, ഐ ആസ്ക് ഹിം ഈസ് യുവർ മീറ്റർ വർക്കിംഗ് പ്രോപ്പർലി, നിങ്ങളുടെ മീറ്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ലേ? വോ കഹത്താ ഹേ, അദ്ദേഹം പറയുന്നു ജി ബിൽക്കുൽ ടീക്ക്, ശരിക്കും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിछले 6 साल से एक पैसा का फ़र्क नहीं, നോട്ട് എ സിംഗിൾ. അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്? ഹി സെയ്സ് യെസ് അബ്സല്യൂട്ട്ലി റൈറ്റ്, നോട്ട് എ സിംഗിൾ പെന്നീസ് ഡിഫറൻസ് ഇൻ ദ ലാസ്റ്റ് 6 years. ഒരു രൂപ പോലും അല്ലെങ്കിൽ ഒരു മീറ്റർ പോലും എന്ത് ചെയ്തിട്ടില്ല? ഒരു ഡിഫറൻസും ഒരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല ഈ ഒരു 6 വർഷത്തിൻ്റെ ഇടയിൽ എന്ന് അദ്ദേഹം മറുപടി കൊടുക്കുന്നു. ഉത്തർത്തെ ഉസസെ പൂച്ച്തി ഹും, ഞാനിങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, സുനിയെ ക്യാ ഹം കൽ കിസി സമയം മിൽ സക്തേ ഹേ, എന്താണ് ലിസൺ, നമ്മൾക്ക് നാളെ ഏതെങ്കിലും ഒരു സമയത്ത് കാണാൻ കഴിയുമോ? അസേ ഗെറ്റ് ഓഫ് ഐ ആസ്ക് ഹിം ലിസൺ ക്യാൻ വി മീറ്റ് സം ടൈം ടുമാറോ. ക്യോം വൈ, എന്തിനാ കാണുന്നത്? ആനാ ചാഹത്താ ഹേ, എന്താ? ഹി വാണ്ട്സ് ടു നോ, അദ്ദേഹം അത് അറിയാൻ ആഗ്രഹിക്കുന്നു. മേ ആപ്കെ ബാരേ മേ സബ് ജാനാ ചാഹത്താ ഹൂം, അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ കാണണമെന്ന് പറഞ്ഞത്? എനിക്ക് നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയണം. ഐ വാണ്ട് ടു നോ എവ്രിതിങ് അബൌട്ട് യു എന്ന് പറയുന്നു. ഉസസേ കുച്ച് ഹോഗ, അപ്പോൾ അതുകൊണ്ട് എന്താ ഉണ്ടാവുക എന്ന് ചോദിക്കുവാണ്. വിൽ ദാറ്റ് ഡു എനിത്തിങ്, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഉണ്ടാകുമോ? അപ്പോൾ അവരെന്താ പറയുന്നത്? ക്യാ, ലേഖകൻ ചോദിക്കുന്നു ക്യാ എന്ത്? അപ്പോൾ ഇയാൾ എന്താ പറയുന്നത്? ക്യാ ഉസ്കെ ബാദ് സർക്കാർ മേരലിയെ കുച്ച് കരേങ്കി, അപ്പോൾ ഇങ്ങനെ എന്നെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സർക്കാരിനോട് വല്ലതും പറഞ്ഞിട്ട് സർക്കാരിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും സഹായം കിട്ടുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ വാട്ട് വിൽ ദ ഗവൺമെൻറ് ഡു എനിത്തിങ് ഫോർ മീ ആഫ്റ്റർ ദാറ്റ്, അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യോ കഹ്നയും ശക്തി. ഐ കാൺ സേ ദാറ്റ്, എനിക്കത് ഉറപ്പ് പറയാൻ കഴിയില്ല. ലേക്കിൻ അഗർ ആപ് ബാത് കർനെ കെ ലിയെ ഹാ കരേ തോ കം സെ കം ആം ലോഗോं को आपके जीवन के बारे में पता चलेगा. പക്ഷേ എന്താണ്, നിങ്ങളുടെ ആ ഒരു ജീവിതത്തിനെ കുറിച്ച് എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്നോട് പറയുകയാണെങ്കിൽ കം സെ കം എന്താണ്, ചെറിയ പക്ഷം ആളുകൾക്ക്, നിങ്ങളെപ്പോലുള്ള ആളുകളുടെ ജീവിതം മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, but if you agree to talk, at least the general public will know about your life. और आपको क्या मिलेगा? അപ്പോൾ അദ്ദേഹം ചോദിക്കുവാണ്, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് കിട്ടുക? ആൻഡ് വാട്ട് വിൽ യു ഗെറ്റ്? മേം അപ്നാ കാം കർ രഹി ഹോऊंगी, അപ്പോൾ ഞാൻ എൻ്റെ വർക്കാണ് ചെയ്യുന്നത്. മേം റേഡിയോ കെ ലിയെ പ്രോഗ്രാം ബൻ രഹി ഹൂँ, അപ്പോൾ എൻ്റെ ശരിക്കുള്ള ജോലി എന്താണ്? ഐ വിൽ ബി ഡൂയിങ് മൈ വർക്ക്, ഐ വിൽ ബി മേക്കിംഗ് എ പ്രോഗ്രാം ഫോർ ദ റേഡിയോ. ठीक है മേം സബ് സമജ് രഹാ ഹൂം, ഓക്കെ എനിക്കെല്ലാം മനസ്സിലായി. ഐ അണ്ടർസ്റ്റാൻഡ് എവ്രിതിങ്. ആപ്കെ പാസ് ബി കോയി താക്കത്ത് നെഹി ഹേ, നിങ്ങളുടെ കയ്യിൽ എന്തില്ല? ഒരു സ്ട്രെങ്ത്തും ഇല്ല. യു ഓൾസോ ഹാവ് നോ സ്ട്രെങ്ത്.
എന്ന് പറയുകയാണ്. ആപ് ബി മേരെ ജൈസി ഹേ, നിങ്ങളും എന്നെ പോലെയാണ്. യു ആർ ഓൾസോ ലൈക്ക് മീ. മേം റോഡ് പർ സവാരി ഡൂണ്ട്താ ഹൂം ഔർ ആപ് കഹാനി, ഞാൻ റോഡിൽ ഒരു ഓട്ടം അന്വേഷിക്കുന്നു, നിങ്ങളാണെങ്കിലോ ഒരു കഥ അന്വേഷിക്കുന്നു. ഐ എം ലുക്കിംഗ് ഫോർ എ റൈഡ് ഓൺ ദ റോഡ്, ദെൻ യു ആർ സെർച്ചിങ് എ സ്റ്റോറി ഫോർ യുവർ ജോബ്. അഗർ മേരി കഹാനി സുന്നേ സെ ആപ്കാ കാം ഹോത്തെ ഹെ തോ മേം ആ ജാവുക. അപ്പോൾ എൻ്റെ കഥ കേട്ടാൽ നിങ്ങളുടെ ജോലി അത് എളുപ്പമാക്കുമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വരാം. അപ്പോൾ ഞാൻ റൈറ്റർ എന്താ ചോദിക്കുന്നത്, കിത്തനെ ബജെ, എത്ര മണി. അപ്പോൾ ഇയാൾ എന്താ പറയുന്നത്, സുബഹ് 10 ബജെ, രാവിലെ 10 മണിക്ക് ഞാൻ വരാം. ബഹുത് അച്ച മീൻസ് വെരി ഗുഡ്, താങ്ക് യു എന്ന് പറയുകയാണ്. അഗലേ ദിൻ വഹ് ആതാ ഹെ, അടുത്ത സമയം. അഗലേ ദിൻ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് അവർ വരുന്നു. മേരാഗർ, എൻ്റെ വീട്ടിൽ. ദെൻ നെക്സ്റ്റ് ഡേ ഹി അറൈവ്സ് മൈ ഹോം. करीब 5.5 फीट ऊंची उसकी दुबली काया बड़े कमरे के दरवाजे पर ही सिकुड़ जाती है. അപ്പോൾ കരീബ് 5.5 ഫീറ്റ് ഊഞ്ചി, അദ്ദേഹം ഓൾമോസ്റ്റ് എത്രയുണ്ട്, 5.5 ഫീറ്റ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഉയരം. ഓക്കെ, 5.5 എന്ന് പറഞ്ഞാൽ 5.5. ദുബലി എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ, കായ മീൻസ് ശരീരം. അപ്പോൾ മെലിഞ്ഞ ശരീരം. അദ്ദേഹം എന്ത് ചെയ്യുവാണ്, ബഡേ കമരേക്ക് ദർവാസെ പർ, ആ വലിയ ആ ഡോറിലൂടെ സിക്കുഡ് ചാത്തി ഹേ, അദ്ദേഹം എന്ത് ചെയ്യുന്നു, കുനിച്ചിട്ടാണ് വരുന്നത്. വഹ സോഫ പർ നെഹീം ഫർഷ് പർ ബൈറ്റ് ജാത്താ ഹേ, എന്നിട്ട് വന്നിട്ട് അദ്ദേഹം എന്താ ചെയ്യുന്നത്, സോഫയിൽ ഇരിക്കുകയല്ല ചെയ്യുന്നത്. എവിടെയാണ് ഇരിക്കുന്നത്, താഴെയാണ് ഇരിക്കുന്നത്. ഹിസ് ലീൻ ബോഡി അബൌട്ട് 5.5 ഫീറ്റ് ടോൾ ഷ്രിങ്സ് അറ്റ് ദ ഡോർ ഓഫ് ദ ലാർജ് റൂം ആൻഡ് ഹി സിറ്റ് ഡൗൺ ഓൺ ദ ഫ്ലോർ നോട്ട് ഓൺ ദ സോഫ. മുജെ യഹി ബൈഠ രഹ്ന ദീജി, അപ്പോൾ എന്നെ ഇവിടെ ഇരിക്കാൻ അനുവദിക്കൂ. അദ്ദേഹം പറയുവാണ്, അവിടെ വന്നിരുന്നിട്ട് എന്നെ ഇവിടെ ഇരിക്കാൻ അനുവദിക്കൂ. മേം ആപ്കാ സോഫ ഗന്ധാ നഹീം കർണാ ചാഹതാ ഹേ, ഞാൻ നിങ്ങളുടെ സോഫ ഒരു വൃത്തികേടാക്കാൻ അല്ലെങ്കിൽ സ്മെല്ലടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ, അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് മുഴുവൻ അഴുക്കാണ് അല്ലേ, നല്ല സ്മെല്ലുള്ള ഡ്രസ്സാണ്, ആകെ കുറച്ച് ഡ്രസ്സേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം കറക്റ്റായിട്ട് അലക്കലൊന്നുമില്ല. സോ ഞാൻ നിങ്ങളുടെ സോഫ വൃത്തികേടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ലെറ്റ് മീ ജസ്റ്റ് സിറ്റ് ഹിയർ, ഐ ഡോണ്ട് വാണ്ട് ടു മെസ് അപ്പ് യുവർ സോഫ. मैं कल की अपनी जान पहचान के नाते उसे दोस्ताना मुस्कान देती है. അപ്പോൾ ഐ ഗീവ് ഹിം എ ഫ്രണ്ട്ലി സ്മൈൽ ലൈക്ക് വി ന്യൂ ഹിം യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ കണ്ട ഒരാളെ പോലെ, ഇന്നലെ പരിചയപ്പെട്ട ഒരു ഫ്രണ്ടിനെ പോലെ ഞാൻ അദ്ദേഹത്തിന് എന്ത് കൊടുക്കുന്നു, ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു സ്മൈൽ കൊടുക്കുന്നു. ഉസ്കെ ശരീർ മേം ചെഹരെ പർ ഹാത്ത് പാവ് മേം ഇത്തിനി സാരി നീലെ രംഗ് ഹേ മേംനെ പഹ്ലെ നെഹിം ദേക്കാത. അപ്പോൾ ഹി ഹാസ് സോ മെനി ബ്ലൂ വൈൻസ് ഓൾ ഓവർ ഹിസ് ബോഡി, ഫേസ്, ആംസ് ആൻഡ് ലെഗ്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും കയ്യിലും കാലിലൊക്കെ എന്തുണ്ട്, ഒരുപാട് നീല കളറിലുള്ള ഞരമ്പുകളുണ്ട്. ഇന്നേ വരെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഒരാളിലും അത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അത്രയും ഇദ്ദേഹം മെലിഞ്ഞിട്ടാണ്, പാവപ്പെട്ട ഒരു മനുഷ്യനാണെന്നാണ് കാണിക്കുന്നത്. ഐ ഹാഡ് നോട്ടീസ്ഡ് ബിഫോർ. वो बैठता है तो जैसे सारी भूख प्यास उसके साथ बैठ जाती है. അദ്ദേഹം അവിടെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നിയത് എന്താണ്, അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് വിശപ്പും ദാഹവും ഒക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നത് പോലെ എനിക്ക് തോന്നി. വെൻ ഹി സിറ്റ്സ് ഡൗൺ ഇറ്റ്സ് ആസ് ഇഫ് all his hunger and thirst have settled down with him.